പള്ളിക്കര പൂച്ചക്കാട് വീടിന് നേരെ തീവെപ്പ്. സ്കൂട്ടറിലെത്തിയ സംഘമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ആക്രമണം നടത്തിയതെന്നാണ് പരിസരവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീടിനകത്തുണ്ടായിരുന്ന കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പൂച്ചക്കാട് റഹ്മത്ത് റോഡിലെ ഫൈസലിന്റെ വീടിന് നേരെയാണ് തീവെപ്പുണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:45-നും 2 മണിക്കുമിടയിലാണ് സംഭവം. വീടിന്റെ മുൻവശത്തെ സോഫയ്ക്കാണ് അക്രമികൾ പെട്രോൾ ഒഴിച്ച് തീവെച്ചത്. സംഭവം നടക്കുമ്പോൾ ഫൈസൽ വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യയും 2 ചെറിയ കുട്ടികളും മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ. തീവെപ്പിനെ തുടർന്ന് സോഫയ്ക്ക് തൊട്ടു മുകളിലുണ്ടായ ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ച് കറുത്ത പുക അകത്തേക്കെത്തിയതോടെ ഫൈസലിന്റെ ഭാര്യ ജമീല ഉണർന്ന് ഉറക്കെ നിലവിളിച്ചു. ജനൽ വഴി നോക്കിയപ്പോൾ ഹെൽമെറ്റ് ധരിച്ച് സ്കൂട്ടറിലെത്തിയ 2 സംഘം വേഗത്തിൽ ഓടിച്ചു പോകുന്നതായി കണ്ടുവെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ സൗണ്ട് കൂട്ടിട്ടിട്ട് എണിച്ചിട്ടാകുമ്പോ ബാല തുറക്കാലിട്ട് വന്നിച്ച വരുന്ന സമയമുണ്ട്. അത് ബാല തുറക്കാലിട്ട് വന്നിട്ട് ചാവി തുറക്കുമ്പോ കത്തുന്നുണ്ട് ഒന്നാകെ. അപ്പോൾ ജനലിൽ ഞാൻ തുറന്നു നോക്കി, ഇങ്ങനെ വിരി തുറന്നു നോക്കി. ആ സമയത്ത് പുറത്തൊന്നാകെ തീ കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറം നിന്നിട്ട് നേരെ നോക്കി ഇതെന്ത് സംഭവം. അപ്പോൾ ഇവിടുന്ന് ആളെ കഴിഞ്ഞിട്ട് സൈക്കിൾ സ്റ്റാർട്ടാക്കിയിട്ട് പോന്ന കണ്ടിട്ട് ഞാൻ വേഗം ഓരോ പെങ്ങൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ജനലിൽ കത്തുന്നുണ്ട് പൊട്ടുന്നുണ്ട് എല്ലിട്ട്. പിന്നെ ഒന്നാകെ പുകയെല്ലാം വന്ന് കുഞ്ഞെല്ലാം ശ്വാസം മുട്ടിയിട്ട് ഒന്നാകെ ഇങ്ങനെ പുകയായിട്ട് ഒന്നാകെ ഞാൻ കൂക്കി വിളിച്ചിട്ട് ഞാൻ ജനലെല്ലാം പൊട്ടി കഴിഞ്ഞപ്പോക്കാകുമ്പോൾ എന്നിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് കുപ്പിയിലെ ജനലിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് പുറത്ത് മല തുറന്നിട്ട് ഇങ്ങനെ വെള്ളം കൂട്ടി. അപ്പത്തേനും ഒരു സൈക്കിളിട്ട് ഓടിപ്പോയിന്. വിവരമറിഞ്ഞതിന് പിന്നാലെ ഓടിയെത്തിയ പ്രദേശവാസികൾ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും 3 വയസ്സ് പ്രായമുള്ള കുട്ടിയെയും ചൂടും പുകയും കാരണം ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ തന്നെയാണ് കത്തിക്കൊണ്ടിരുന്ന തീ അണച്ചതും. ഇതിനിടയിൽ സോഫ പൂർണ്ണമായും അഗ്നിക്കിരയായി. വീടിന്റെ മുൻഭാഗത്തും ജനൽഭാഗത്തും തീ പിടിച്ച് കരിനിറഞ്ഞു. അധികം വൈകാതെ തന്നെ ബേക്കൽ പോലീസും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ജമീലിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. പോത്ത് വ്യാപാരിയായ ഫൈസൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് രാത്രിയിലെ ട്രെയിനിന് കാഞ്ഞങ്ങാട്ട് ബൈക്ക് വെച്ച് പാലക്കാട്ടേക്ക് പോയിരുന്നു. കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ വിവരമറിഞ്ഞ ഫൈസൽ അടുത്ത തീവണ്ടിക്ക് നാട്ടിലേക്ക് തിരിച്ചിരുന്നു. ചിത്താരിയിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിനിടെ ഫൈസലിന്റെ ജ്യേഷ്ഠനും പ്രദേശത്തെ മറ്റു ചിലരും തമ്മിൽ അടിപിടി നടന്നതായി പറയുന്നു. ജ്യേഷ്ഠനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പരാതി നൽകുന്നതിനും മറ്റു കാര്യങ്ങൾക്കും സജീവമായി രംഗത്തുണ്ടായിരുന്നത് ഫൈസലായിരുന്നുവത്രേ. ഈ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥർ ഇടപെട്ട് ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഫൈസലിന്റെ വീടിന് നേരെ ഗുരുതരമായ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഞാൻ റിട്ടേൺ ഓപ്പോസിറ്റ് കൊണ്ട് വന്നത് ഈ പ്രശ്നം അറിഞ്ഞിട്ടായിട്ട് രാവിലെ ഇങ്ങനത്തെ സംഭവം കാണുന്നുണ്ട്. പിന്നെ കുട്ടികളെ ശ്വാസം മുട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വന്നിട്ടായിട്ട് ഞാൻ സ്റ്റേഷനിൽ വരുമ്പോൾ കംപ്ലൈൻറ്റ് എടുത്ത് വരുന്നതാണ്. പിന്നെ സംശയം എന്ന് പറയാൻ ഒരു 4 ദിവസം പിന്നെ മെട്രോക്കൊപ്പമായിട്ടുള്ള ചെറിയൊരു വിഷയം ഉണ്ടായി. ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് സംശയമുള്ളത്. അത് ഞങ്ങളുടെ അടുത്ത പ്രദേശത്തിലെ ഒരു 5-8 വ്യക്തികളാണ്. അവിടെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും ഉടൻ കുറ്റവാളികളെ പിടികൂടുമെന്നും കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ബേക്കൽ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.